മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കർഷക സമരം നടക്കുന്ന ഗാസിപൂരിൽ വിന്യസിക്കപ്പെട്ട പോലീസും കേന്ദ്രസേനയും നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പിൻവാങ്ങി. ഇതോടെ ദേശീയ പതാകയുമേന്തി കർഷകർ ആഹ്ലാദ പ്രകടനം നടത്തി. കർഷകരെ ഒഴിപ്പിക്കൽ നടപടി ഉടൻ ഉണ്ടാകില്ല. സമരസ്ഥലത്ത് ഒഴിയില്ലെന്ന് കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിഖായത്ത് അറിയിച്ചു. സമാധാനപരമായി സമരം തുടരും. കേന്ദ്ര സർക്കാരുമായി സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സമരസംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. ഗാസിപൂരിലെ വേദിയിലേക്ക് ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ കർഷകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ശശി തരൂർ MP അടക്കമുള്ളവർക്കെതിരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, നാടകീയ രംഗങ്ങൾക്കാണ് ഇന്നലെ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. 11 മണിയോടുകൂടി പോലീസ് ഒരു അന്ത്യശാസനം കൊടുക്കുന്നു കർഷകർക്ക്. ഇരുകൂട്ടരും പിൻവാങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ നീക്കം, പോലീസിന്റെ നീക്കം എങ്ങനെയായിരിക്കും? ഒപ്പം ഈ കർഷകരുടെ നിലപാട് ഏത് രീതിയിലായിരിക്കും? നിമേഷ്, ഈ 11 മണിയോടുകൂടി അന്ത്യശാസനം നൽകി എന്നത് ഉൾപ്പെടെയുള്ളത് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ്. അതേസമയം നമ്മൾ ഇന്നലെ ഗാസിപൂർ റിപ്പോർട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ പതിച്ചിട്ടുള്ള നോട്ടീസിൽ നൽകിയിട്ടുള്ളത് 48 മണിക്കൂറിനകം സമരവേദിയിൽ നിന്ന് ഒഴിവാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡൽഹി പോലീസിന്റെ നോട്ടീസാണ്. ഇന്നലെ പലതവണയായി ഡൽഹി പോലീസ് ഈ പരിസര പ്രദേശങ്ങളിലൂടെ റൂട്ട് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ രാത്രി 11 മണിയോടുകൂടി ഏതാണ്ടൊരു കർഷകരുടെ വലിയൊരു സംഘം തന്നെ ഈ സമരവേദിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഒരു 500-ൽ താഴെ മാത്രം കർഷകരാണ് ഇന്നലെ രാത്രി 11 മണിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷക നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നത് ഒരുപക്ഷെ പോലീസ് നടപടി ഉടനെ ഉണ്ടായേക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് പോലീസിന് അനായാസം ഈ സമരക്കാരെ ഒഴിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്രമേൽ വലിയ സേനാ വിന്യാസമായിരുന്നു ഈ ഗാസിപൂർ എന്ന പ്രദേശത്ത് നടത്തിയിരുന്നത്. ഗാസിപൂരിലേക്കുള്ള പാതകൾ എല്ലാം തന്നെ നിശ്ചലമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഗാസിപൂരിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗാസിപൂരിൽ പോലീസ് നടപടി ഉണ്ടായാൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ട്രാക്ടറുകളുമൊക്കെയായി ആളുകൾ എത്തും എന്ന തരത്തിലൊക്കെ കർഷകർ പ്രതികരിച്ചിരുന്നു, കർഷക നേതാക്കൾ പ്രതികരിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പ്രത്യേകിച്ച് റോഡുകൾ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അത്തരം സാഹചര്യങ്ങളാണ് ഈ കർഷകരെ ഒഴിപ്പിച്ചേക്കും എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത്. മാത്രമല്ല, കർഷക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉടൻ നടപടി ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നു. എന്ത് നടപടി ഉണ്ടായാലും ഒഴിഞ്ഞു പോകില്ല എന്ന തരത്തിലാണ് കർഷക നേതാക്കൾ നിലപാട് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം അഭിലാഷ്, ഈ സമരസംഘടനാ നേതാക്കൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ തുടർ ചർച്ചയുടെ സാധ്യത എത്രത്തോളമാണ്? നിമേഷ്, നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒന്ന്, ഏതാണ്ട് 500ഓളം വരുന്ന കർഷക സംഘടനകളാണ് ഈ സമര പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ സംഘടനകൾ അഭിപ്രായം പറയുന്ന രീതി ഉണ്ട്. എന്നാൽ നമുക്ക് സംയുക്ത കിസാൻ മോർച്ചയുടെ ഔദ്യോഗികമായി ഉള്ള വാർത്താ സമ്മേളനങ്ങൾ, അതോടൊപ്പം തന്നെ അവർ ഇറക്കുന്ന പത്രക്കുറിപ്പുകൾ, ഇതിലാണ് ഒരു ഏകീകൃത സ്വഭാവമുള്ളത് എന്ന് വിലയിരുത്തേണ്ടി വരും. മറ്റ് സംഘടനകൾ എല്ലാം തന്നെ അവരുടേതായി ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും പിന്നീട് പ്രാവർത്തികമാകാറുമില്ല. സംയുക്ത കിസാൻ മോർച്ച എടുക്കുന്ന തീരുമാനങ്ങളുമായാണ് മുന്നോട്ട് പോവുക. എന്തായാലും ഇതുവരെ സംയുക്ത കിസാൻ മോർച്ച അങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. കർഷക നേതാക്കളിൽ ചിലർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഏതാനും ചില സംഘടനകൾ ഈ സമരത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇനി ഇത്തരത്തിലൊരു ഈ അക്രമ സമരത്തിലേക്ക് പോകുന്നില്ല എന്ന തരത്തിലൊക്കെ അഭിപ്രായങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കർഷക സംഘടനകളൊന്നും തന്നെ സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം പ്രതികരണങ്ങൾ അത് എത്രത്തോളം
പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട് കർഷകർ ഏത് ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് പറഞ്ഞാൽ പോലും ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നത് തന്നെയാണ്. സമരവുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിന്മേൽ നടപടികൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നത് ഏത് ഘട്ടത്തിലും കർഷകർക്ക് ചർച്ചയ്ക്ക് ആവശ്യമാണ്. ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടാൽ ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നുള്ളതാണ്. മറിച്ച് കേന്ദ്ര സർക്കാർ ഇനി ഒരു മുൻകൈ എടുത്തുകൊണ്ടുള്ള ചർച്ചയ്ക്ക് ഒരു സാധ്യതയുമില്ല. അത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. 10ാം വട്ട ചർച്ചയിലായിരുന്നു ഒരു ഉപാധി എന്ന നിലയിൽ തന്നെ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുക. ആ സമിതിയിൽ കേന്ദ്ര സർക്കാരിന്റെയും കർഷകരുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തുക. അതിനുശേഷം ആ പ്രതിനിധി സംഘം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതുവരെ ഈ നിലവിലെ നിയമങ്ങൾ മരവിപ്പിച്ചു നിർത്തുക. അതിന് വേണ്ടി വന്നാൽ 2 വർഷം വരെ മരവിപ്പിച്ചു നിർത്താം എന്ന ഉറപ്പാണ് ഏറ്റവും അവസാനമായി നൽകിയത്. 11ാം വട്ട ചർച്ചയിൽ ഇത് ആവർത്തിക്കുക മാത്രമായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ കർഷകർക്ക് നൽകാം. ഇനിയും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കാം. ആ ഘട്ടത്തിൽ ചർച്ചയാകാം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലഭിക്കുന്ന വാർത്തകൾ. ഒപ്പം അഭിലാഷ്, ഇന്ന് ബജറ്റ് സമ്മേളനം കൂടുന്നുണ്ട്. ഒപ്പം നയപ്രഖ്യാപന പ്രസംഗവും ഉണ്ടാവും. തുടർന്നുള്ള നീക്കങ്ങൾ, അതായത് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് പുതിയ രാഷ്ട്രീയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? നിമേഷ്, നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് വലിയ തോതിൽ കർഷക സംഘടനകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്ന ഒന്ന്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കർഷകരല്ല എന്നുള്ളതായിരുന്നു. മറിച്ച് ഈ മണ്ടികളും മറ്റുമൊക്കെ നടത്തുന്ന ഏജൻസികളുടേതായ ആളുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ഇതിൽ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ അക്രമ സംഭവങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്ന ശരിയായ കർഷകരെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. അക്രമ സമരത്തിലേക്കൊന്നും പോകാൻ കർഷകർ ആഗ്രഹിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ കർഷക സമരത്തിന്റെ രൂപം മാറിയത് പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ടിങ്ങിന് ചെല്ലുമ്പോൾ അടക്കം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഈ സമരക്കാരോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചും അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം ഈ സമരവേദിയിലുള്ള ആളുകൾ ആര് എന്ത് എന്നത് സംബന്ധിച്ച് പോലും അറിയില്ല. അവർ ഇത്തരത്തിലൊക്കെ വലിയ അക്രമം നടത്തുന്ന ആളുകളാണ് എങ്കിൽ ഏത് സമയവും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്ന ആശങ്കയാണ് പ്രദേശവാസികൾ ആയിട്ടുള്ളവർ പങ്കുവച്ചത്. ഇന്നലെ വൈകിട്ട് പോലും കർഷക നേതാവായ രാകേഷ് തിക്കൈത്ത് ആ സമരപ്പന്തലിൽ എത്തിയ ഒരു വ്യക്തിയെ അടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. രാകേഷ് തികൈത്തിനെ പോലെയുള്ളവർ പറയുന്നത് ഇത് കർഷക സംഘടനയിൽപ്പെട്ട ആളല്ല, ഞങ്ങളുടെ ആളുകളല്ല എന്നാണ്. പിന്നീട് ഈ അടിയേറ്റ വ്യക്തിയെ പോലീസ് തന്നെയാണ് പോലീസ് ജീപ്പിൽ അവിടെ നിന്ന് മാറ്റുന്നത്. ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഈ സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് വരുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ പ്രതിരോധിക്കുക ഇതേ നിലപാടുകളും വസ്തുതകളും നിരത്തിക്കൊണ്ടായിരിക്കും. കാരണം ട്രാക്ടർ റാലി എന്നത് അത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ട്രാക്ടർ റാലി എന്നത് കർഷകർ വളരെ നേരത്തെ തന്നെ തീരുമാനിക്കുന്നു. നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്നലെ ഗാസിപൂർ സാക്ഷ്യം വഹിച്ചത്. കർഷക സമരം നടക്കുന്ന ഗാസിപൂരിലാണ്. പോലീസും കേന്ദ്രസേനയും ഒരു 11 മണിയോടെ പിൻവാങ്ങണമെന്ന് കർഷകരോട് പറയുകയും എന്നാൽ കർഷകർ അവിടെ നിന്ന് മാറില്ല എന്ന് പറയുകയും തുടർന്നുള്ള ഒരു പിൻവാങ്ങലാണ് നമ്മൾ കണ്ടത്. ഇനിയും ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും. സമരം കുറച്ചുകൂടി ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിശദമായ വിവരങ്ങൾ നൽകിയത് KP അഭിലാഷാണ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നയപ്രഖ്യാപനം നടത്തും. കൃഷി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കും. തിങ്കളാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. കർഷക പ്രതിഷേധം രാജ്യതലസ്ഥാനത്തെ പ്രക്ഷുബ്ധമാക്കിയിരിക്കെയാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. രാവിലെ 11 മണിക്ക് സെൻട്രൽ ഹാളിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യും. കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് നയപ്രഖ്യാപന പ്രസംഗം പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിക്കും. ചർച്ചകൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ
പാർലമെന്റിൽ നിലപാട് കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കോൺഗ്രസ്, DMK, CPIM, CPI, ശിവസേന, തൃണമൂൽ കോൺഗ്രസ് അടക്കം 16 പാർട്ടികൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. ശിരോമണി അകാലിദളും പ്രസംഗം ബഹിഷ്കരിക്കും. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന മറുപടിയിലൂടെയാകും ഭരണപക്ഷം പ്രതിരോധം തീർക്കുക. തിങ്കളാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊതു ബജറ്റ് അവതരിപ്പിക്കും. ജമ്മു കാശ്മീർ പുനരേകീകരണം, ഡൽഹിയിലെ വായു നിലവാര നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട 4 ഓർഡിനൻസുകളും ബജറ്റ് സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് വരും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് ബജറ്റ് സമ്മേളനം 2 ഘട്ടങ്ങളായാണ് നടക്കുക. ഇന്ന് ആരംഭിക്കുന്ന ആദ്യഘട്ടം ഫെബ്രുവരി 15 അവസാനിക്കും. മാർച്ച് 8 മുതൽ ഏപ്രിൽ 8 വരെയാണ് രണ്ടാം ഘട്ടം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കുന്ന കേരള യാത്രയുടെ ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് A. വിജയരാഘവൻ നടത്തിയ വിവാദ പ്രസ്താവനയും യോഗത്തിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം 2 മുതൽ 4 വരെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി BJP സംസ്ഥാന സമിതി യോഗവും ഇന്ന് തൃശൂരിൽ ചേരുകയാണ്. സംസ്ഥാന ഭാരവാഹികൾക്കും സമിതി അംഗങ്ങൾക്കും പുറമെ വിവിധ മോർച്ചകളുടെ സംസ്ഥാന ഭാരവാഹികളും പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് പുറമെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്രയുടെ നടത്തിപ്പും ചർച്ചയാകും. സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി രാവിലെ സംസ്ഥാന ഭാരവാഹി യോഗവും ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംസ്ഥാനത്തുണ്ടായ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി CP രാധാകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുക്കും. ഡൽഹിയിലായതിനാൽ V. മുരളീധരൻ പങ്കെടുക്കില്ല. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഇടതുമുന്നണിയിലെത്തുമെന്ന സൂചന നൽകി സ്കറിയ തോമസ്. അനൂപ് LDF-ൽ എത്താൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി EP ജയരാജനും വ്യക്തമാക്കി. UDF-ൽ നിന്നാൽ പിറവത്ത് ജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അനൂപ് ജേക്കബിനുള്ളതെന്ന് സ്കറിയ തോമസ് ചൂണ്ടിക്കാണിക്കുന്നു. യാക്കോബായ സഭ ഇടതുപക്ഷവുമായി അടുത്തു നിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് LDF-ൽ എത്താനുള്ള സാധ്യതയാണ് സ്കറിയ തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. യാക്കോബായ സഭ ഇടപെട്ട് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും സ്കറിയ തോമസ് വ്യക്തമാക്കി. UDF-ൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ഉണ്ട് എങ്കിൽ നാമമാത്രമായ ഒരു കേരള കോൺഗ്രസ് ആണെങ്കിൽ പോലും അവർ പോലും ചിലപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് ഒരു ചേക്കേറാൻ ഒരവസരം കിട്ടിയാൽ അതിനൊരവസരം കാത്ത് ചിലപ്പോൾ ആ അവസരം അവരും പാഴാക്കാതെ ഉപയോഗിക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുതിർന്ന CPM നേതാവ് EP ജയരാജനും അനൂപ് ഇടതുപാളയത്തിലേക്കെന്ന സൂചനകൾ നൽകുന്നുണ്ട്. അതേസമയം നേരത്തെ മത്സരിച്ച കടുത്തുരുത്തി സീറ്റ് വേണമെന്ന അഭിപ്രായമാണ് സ്കറിയ തോമസിനുള്ളത്. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ വിജയസാധ്യതയുള്ള സീറ്റ് പകരം വേണമെന്നും സ്കറിയ തോമസ് ആവശ്യപ്പെടുന്നു. കടുത്തുരുത്തി ജോസ് K. മാണിക്ക് നൽകാനുള്ള നീക്കമാണ് ഇടതുപക്ഷത്ത് നടക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. മഹാമാരി ഒരു പ്രോട്ടീൻ പാളിക്കുള്ളിൽ നിന്ന് ലോകയുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തോറ്റു പോകാതിരിക്കാൻ കൂടി ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. 1000 യുദ്ധചരിത്രങ്ങൾ പോലും പഠിക്കാത്ത മഹത്തായ പുസ്തകം സ്വയം ഞങ്ങൾക്കുള്ളിൽ എഴുതി പതിച്ചിരിക്കുന്നു. എനിക്ക് കുത്തിവയ്പ്പെന്ന് വാക്സിൻ ബജറ്റ്, കൃത്യമായ കണക്ക്, കൃത്യമായി ജീവിതം. ന്യൂസ് 18 കേരളത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് യൂത്ത് കോൺഗ്രസ്. 2011 ലഭിച്ചതിനേക്കാൾ അവസരം യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കണക്കിലെടുത്ത് യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന് കോൺഗ്രസിൽ തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശമാണ് യൂത്ത് കോൺഗ്രസിന് പ്രതീക്ഷ പകരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും നല്ല പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും നന്നായി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടായിരിക്കുമെന്ന ആഗ്രഹത്തിലും പ്രതീക്ഷയിലും ഉറച്ച വിശ്വാസത്തിലുമാണ് ഞങ്ങൾ. യുവജനങ്ങളുടെയും പുതുമുഖങ്ങളുടെയും കാര്യത്തിൽ ഗ്രൂപ്പിന് അതീതമായി ഒന്നിച്ചു നിൽക്കുമെന്നാണ് യുവ നേതാക്കളുടെ പൊതുവികാരം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരും പുതുമുഖങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതിന് കേരളത്തിലെ യുവാക്കളായിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ്
ഒരുമിച്ച് ഒറ്റക്കെട്ടായി എല്ലാ വിഭാഗതയും മാറ്റി നിർത്തിക്കൊണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി, പുതുമുഖങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സീറ്റ് വേണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകണമെന്ന അഭിപ്രായം സംസ്ഥാന കോൺഗ്രസിൽ വലിയൊരു വിഭാഗത്തിനുള്ളതുമാണ് യൂത്ത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. 650 രൂപ കുരുമുളകിന് കിലോയ്ക്ക് വിലയുണ്ടായിരുന്നു. ഇപ്പോൾ 1 കിലോ കുരുമുളകിൻ്റെ വിലയെന്ന് പറയുന്നത് 325 രൂപയേ ഉള്ളൂ. കർഷകന് ഇനി എന്ത് വില? വാക്സിൻ ബജറ്റ്, കൃത്യമായ കണക്ക്, കൃത്യമായി ജീവിതം. ന്യൂസ് 18 കേരളത്തിൽ. കോഴിക്കോട് ജില്ലയിൽ 7 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചേക്കും. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനും KSU പ്രസിഡന്റ് അഭിജിത്തും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാനാണ് സാധ്യത. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരരംഗത്തുണ്ടാകില്ലെന്ന സൂചന നൽകിയതോടെ കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന് സാധ്യതയേറി. കഴിഞ്ഞ തവണ കോഴിക്കോട് 5ഇടത്താണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ 2 സീറ്റ് കൂടി അധികമായി കോൺഗ്രസ് മത്സരിച്ചേക്കും. LJDക്ക് നൽകിയിരുന്ന എലത്തൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് ആലോചന. വടകര RMPക്ക് നൽകിയേക്കും. കേരള കോൺഗ്രസ് മത്സരിച്ച പേരാമ്പ്ര സീറ്റിനായി ജോസഫ് വിഭാഗം ആവശ്യമുന്നയിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്നാണ് വിവരം. ബാലുശ്ശേരി സീറ്റിൽ സിനിമാ നടൻ ധർമ്മജൻ ബോൾഗാട്ടി മത്സരിക്കും. കോഴിക്കോട് നോർത്തിൽ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ, KSU സംസ്ഥാന പ്രസിഡന്റ് K അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. നോർത്ത് വേണമെന്നാണ് വിദ്യാ ബാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. ഇത് നേതൃത്വം അംഗീകരിച്ചാൽ അഭിജിത്തിന് പേരാമ്പ്ര ലഭിക്കും. തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കുന്ന കാര്യവും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. തിരുവമ്പാടിയിൽ ടി സിദ്ദിഖിന്റെ പേരാണ് കോൺഗ്രസിന്റെ സജീവ പരിഗണനയിലുള്ളത്. അതേസമയം മത്സരരംഗത്തുണ്ടാകില്ലെന്ന സൂചന മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയതോടെ ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഏറി. തിരുവമ്പാടിയിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവമ്പാടി വിട്ടുനൽകുന്നതിനോട് ലീഗിന് താൽപ്പര്യമില്ലെന്നാണ് വിവരം. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിച്ചേക്കും. മാനന്തവാടി സീറ്റിൽ മുൻമന്ത്രി PK ജയലക്ഷ്മി, എടവക പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. പുതുമുഖങ്ങളെയും മികച്ച സ്ഥാനാർത്ഥികളെയും ഇറക്കി പരമാവധി മണ്ഡലങ്ങൾ പിടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പക്ഷേ സീറ്റ് വിഭജനം കീറാമുട്ടിയാവുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് താനും. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മലമ്പുഴയിൽ ഇത്തവണ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് CPM പരിഗണന നൽകാൻ സാധ്യത. CPM VIP മണ്ഡലമായി കരുതുന്ന മലമ്പുഴയിൽ BJPക്ക് നിർണായക സ്വാധീനമായതോടെയാണ് മണ്ഡലം നിലനിർത്താൻ പ്രാദേശികമായി ബന്ധമുള്ളവരെ മത്സരിപ്പിക്കണമെന്ന വാദം ശക്തമായത്. മലമ്പുഴ CPMന്റെ VIP മണ്ഡലമാണ്. EK നയനാർ, T ശിവദാസ മേനോൻ, VS അച്യുതാനന്ദൻ തുടങ്ങിയ പ്രമുഖർ വിജയിച്ച മണ്ഡലം. എന്നാൽ ഇത്തവണ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള VIPകളെ മത്സരിപ്പിക്കുന്നതിന് പകരം ജില്ലയിലെ നേതാക്കളെ തന്നെ മത്സരിപ്പിക്കണമെന്ന പൊതുവികാരമാണ് മണ്ഡലത്തിലുള്ളത്. ആദ്യഘട്ടത്തിൽ A വിജയരാഘവന്റെ പേര് സജീവമായി ഉയർന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ലഭിച്ചതോടെ ആ സാധ്യത മങ്ങി. NN കൃഷ്ണദാസ്, MP രാജേഷ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ നിർണായക ശക്തിയായിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ജില്ലാ പ്രാദേശിക നേതാക്കൾക്ക് പരിഗണന വേണമെന്ന വാദം ഉയരുന്നത്. പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ്, ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ് തുടങ്ങിയ പേരുകളാണ് പ്രാദേശികമായി ഉയർന്നിട്ടുള്ളത്. മുൻപ് ജില്ലാ നേതാക്കളായ KV രാമകൃഷ്ണൻ, A പ്രഭാകരൻ എന്നിവരെ പരിഗണിച്ച ഘട്ടത്തിലാണ് VSനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കുന്നത്. 20 വർഷമായി VS മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ഇനിയും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള നേതാക്കൾ വന്നാൽ അത് പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യ പ്രചരണായുധമാക്കുമെന്നും ഇടത് അനുഭാവികൾ പറയുന്നു. CPM സുരക്ഷിത മണ്ഡലമായി കരുതുന്ന മലമ്പുഴയിൽ ഇത്തവണ പ്രാദേശിക നേതാക്കൾക്ക് പരിഗണന വേണമെന്ന വാദം ശക്തമാണ്. BJP ഇവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന് പറയുന്ന കാരണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേതന വർധന ശുപാർശ ചെയ്യുന്ന 11ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 24,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് കമ്മീഷന്റെ പ്രധാന ശുപാർശയെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ശമ്പള വർധന ഉത്തരവ് പുറത്തിറക്കാനാണ് സർക്കാർ ശ്രമം.
നിലവിൽ 17,000 രൂപയാണ് സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം. ഇത് 24,000 വർദ്ധിപ്പിക്കാനാവും കമ്മീഷൻ ശുപാർശ നൽകുക. കൂടിയ ശമ്പളം 1.2 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായി വർദ്ധിപ്പിച്ചേക്കും. 11ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടാണ് ഇന്ന് സർക്കാരിന് സമർപ്പിക്കുന്നത്. റിപ്പോർട്ട് മന്ത്രിസഭാ ഉപസമിതി പരിശോധിച്ച് മന്ത്രിസഭായോഗം അന്തിമ അംഗീകാരം നൽകി സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങും. തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ ശമ്പളം പ്രാബല്യത്തിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വർദ്ധിച്ച ജീവിത ചെലവും മറ്റ് സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ശമ്പള വർധനവ് പൊതുഖജനാവിന് കടുത്ത ബാധ്യതയാണ്. വർദ്ധിച്ച ശമ്പളവും പെൻഷനും നൽകാൻ 15,000 കോടി അടുത്ത സാമ്പത്തിക വർഷത്തേക്കായി ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തടയാൻ പ്രത്യേക കർമ്മ പദ്ധതിയുമായി സർക്കാർ. ഇന്നു മുതൽ ഫെബ്രുവരി 10 വരെ പോലീസിന്റെ പ്രത്യേക പരിശോധനയുണ്ടാകും. ബാക്ക് ടു ബേസിക്സ് എന്ന മുദ്രാവാക്യവുമായി ആരോഗ്യവകുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കൂടുകയാണ്. ഇത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർമ്മപദ്ധതി നടപ്പാക്കുന്നത്. പോലീസിന്റെ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തും. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുന്നുവെന്നും മാസ്ക് ധരിക്കുന്നുവെന്നും പോലീസ് ഉറപ്പാക്കും. പൊതുസ്ഥലങ്ങളിൽ ഇന്നു മുതൽ ഫെബ്രുവരി 10 വരെ 25,000 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിക്കും. പൊതുസമ്മേളനങ്ങൾ, വിവാഹം, അതുപോലുള്ള മറ്റ് ചടങ്ങുകൾ എന്നിവ നടത്തുന്നതിന് അടഞ്ഞ ഹാളുകൾ കഴിവതും ഒഴിവാക്കണം. പകരം അവ തുറസായ സ്ഥലങ്ങളിൽ ശാരീരിക അകലം പാലിച്ച് നടത്തണം. ഇക്കാര്യത്തിൽ ഹോട്ടൽ അധികൃതരുടെയും മറ്റും സഹകരണം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗവ്യാപനത്തിന് ഇടയാകുന്ന തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ അത് വലിയ തോതിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം അടഞ്ഞ ഹാളുകൾ. അത്തരം ഹാളുകളിൽ വലിയ ആൾക്കൂട്ടം ഒഴിവാക്കുക തന്നെ വേണം. അടഞ്ഞ ഹാളുകൾക്ക് പകരം തുറസായ സ്ഥലം, നല്ല വായുസഞ്ചാരം ഉണ്ടാവുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശാരീരിക അകലം പാലിച്ച് നടത്തുന്നതാണ് നന്നാവുക. രാത്രിയിൽ അത്യാവശ്യ യാത്രകൾ മാത്രമേ നടത്താവൂ. രാത്രി 10 മണിക്ക് ശേഷം യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് പരിശോധന ദിവസവും 1 ലക്ഷമാക്കും. 75% RT-PCR പരിശോധനയാകും നടത്തുക. ബാക്ക് ടു ബേസിക്സ് എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇതിനായി മാധ്യമങ്ങളെ ഉപയോഗിച്ചും ഫീൽഡ് പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസിന് DGPയുടെ നിർദ്ദേശം. ജില്ലാ പോലീസ് മേധാവിമാർക്കും സബ് ഡിവിഷൻ ഓഫീസർമാർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. ADGP വിജയ് സാഖറെയ്ക്കാണ് ചുമതല. ജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കുന്നതിനായിരിക്കും മുൻഗണന. സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്ന് 3 മണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്തും. രാവിലെ 8 മുതൽ 11 വരെയാണ് സമരം. കോവിഡ് ഡ്യൂട്ടിയും അടിയന്തര ശസ്ത്രക്രിയ, പ്രസവ ഡ്യൂട്ടി എന്നിവ ഒഴികെയുള്ള എല്ലാ ഡ്യൂട്ടിയും 3 മണിക്കൂർ ബഹിഷ്കരിക്കും. കോവിഡ് ഒഴികെയുള്ള ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കില്ല. 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടാണ് സമരം. കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 9 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാനാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ തീരുമാനം. തൊടുപുഴയിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ രോഗികളെ ഉള്ളിലാക്കി കെട്ടിട ഉടമ താഴിട്ട് പൂട്ടി. പറഞ്ഞ സമയത്ത് ആരോഗ്യവകുപ്പ് കെട്ടിടം ഒഴിയാത്തതിനെ തുടർന്നായിരുന്നു ഉടമയുടെ പ്രതിഷേധം. ഒരാഴ്ചയ്ക്കകം കെട്ടിടം മാറാമെന്ന ഉറപ്പിനെ തുടർന്ന് സെന്റർ വീണ്ടും തുറന്നു. കോവിഡ് വ്യാപനം തുടങ്ങിയ സമയത്താണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിനായി തൊടുപുഴയിലെ ഉത്രം റെസിഡൻസി ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തത്. ഡിസംബറിൽ ഒഴിഞ്ഞു നൽകാമെന്ന് വാക്കാൽ ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും കെട്ടിടം ഒഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഉടമ കോവിഡ് സെന്റർ താഴിട്ട് പൂട്ടിയത്. ഇതുവരെ ഒരു തവണത്തെ വാടക പോലും ലഭിച്ചിട്ടില്ലെന്നും ഉടമ പറഞ്ഞു. ഉടമയുടെ പ്രതിഷേധമറിഞ്ഞ് നഗരസഭാ ചെയർമാനും ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പുതിയ ചികിത്സാ കേന്ദ്രത്തിലേക്ക് രോഗികളെ ഉടൻ മാറ്റാൻ നടപടിയെടുക്കുമെന്ന നഗരസഭാ ചെയർമാന്റെ ഉറപ്പിനെ തുടർന്ന് വീണ്ടും കെട്ടിടം തുറന്നു. ഇത് പുതിയ അഡ്മിഷൻ വരുന്നത് ഇങ്ങോട്ടാക്കുക. അപ്പോൾ അവിടെ ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ് വരുമ്പോൾ അതനുസരിച്ച് അവിടെയുള്ള കട്ടിൻ ബെഡുകളെല്ലാം കൂടെ നീക്കം ചെയ്യുക. അവിടെ അഡ്മിഷൻ ചെയ്യാതിരിക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഇവിടുന്ന് മാറ്റിക്കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. ഉത്തര പ്രസിഡൻസിയിൽ പുതിയ രോഗികളെ പ്രവേശിപ്പിക്കരുതെന്ന് നിർദ്ദേശം നൽകിയതായി കളക്ടറും അറിയിച്ചു. പുതിയ ചികിത്സാ കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയതായും ചികിത്സ ഉടൻ തുടങ്ങുമെന്നും നഗരസഭയും വ്യക്തമാക്കി. ന്യൂസ് 18 തൊടുപുഴ. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് വിധിയുണ്ടായേക്കും. ഹർജിയിൽ വിചാരണ കോടതി നേരത്തെ വാദം കേട്ടിരുന്നു. കേസിലെ പ്രധാന സാക്ഷിയെ ദിലീപ് അഭിഭാഷകർ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നും
പ്രോസിക്യൂഷൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം മാപ്പുസാക്ഷി വിപിൻ ലാൽ ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാകും. വിപിൻ ലാലിനെ ജാമ്യത്തിൽ വിടാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. വിചാരണ കോടതിയിൽ ഹാജരായി 50,000 രൂപ കെട്ടിവെച്ച് ജാമ്യം എടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനത്തിൽ ഗ്രീഷ്മ ചേരും. നമസ്കാരം.